ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അട്രാക്റ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ കുറച്ച് ഇഡിയംസ് ഒക്കെ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് ഇംഗ്ലീഷിലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാം. ചെറിയ ചെറിയ ശൈലികൾ. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ശൈലികൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇഡിയംസ് നോക്കാം. നമ്മൾ പറയാറില്ലേ, അവൻ ഒരു കൂട്ടത്തിൽ കൊള്ളാത്തവനാണെന്നൊക്കെ. കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നുള്ള ഇംഗ്ലീഷിലൊരു ഇഡിയം ഉണ്ട്, ബ്ലാക്ക് ഷീപ്പ്. എന്താണ് ബ്ലാക്ക് ഷീപ്പ്? ആ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നാണ് അർത്ഥം. ഇനി അത് നമുക്ക് മുളയിലെ നുള്ളിക്കളയണം. അപ്പോൾ ഈ മുളയിലെ നുള്ളിക്കളയണം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ടു നിപ്പ് ഇൻ ദ ബഡ്. ടു നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ മുളയിലെ നുള്ളിക്കളയുക എന്നാണ് അർത്ഥം. ഇനി എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിലോ, ടു കോയിൻ മണി. ടു കോയിൻ മണി ഇതൊരു ഇഡിയമാണ്, എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക. ഏത് വിധേനയും ഞാൻ ആ കാര്യം നേടിയെടുക്കും. അപ്പോൾ ഏത് വിധേനയും എന്നുള്ളതിനുള്ളൊരു ഇഡിയമാണ് ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ പറയാറില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതൊരു കഠിന പ്രശ്നമാണ്. അതിനൊരു വാക്കാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഓക്കെ, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ഇനി നമ്മൾ പറയാറില്ല, അത് ഒരു ചെറിയ ദൂരത്താണ്, ഒരു കല്ലെറിയാവുന്ന ദൂരത്തിലുള്ള. അപ്പോൾ അതിനുള്ളൊരു വാക്കാണ് വിതിൻ എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ കല്ലെറിയാവുന്ന ഒരു ദൂരത്തിൽ. അതായത് തൊട്ട് കുറച്ചടുത്ത്, വളരെ ദൂരെയല്ല, എന്നൊരു ചെറിയ ദൂരത്തിൽ എന്നുള്ള അർത്ഥമാണ് വിതിൻ എ സ്റ്റോൺസ് ത്രോ. വിതിൻ എ സ്റ്റോൺസ് ത്രോ. ഓക്കെ, നെക്സ്റ്റ് ഒരു വേർഡ് നമുക്ക് പഠിക്കാം, വീണ്ടും വീണ്ടും എന്നൊക്കെ നമ്മൾ എന്താ പറയുക? അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും വീണ്ടും. ഇനി ഉയർച്ചയും താഴ്ചയും, ഇതെങ്ങനെ പറയാ? അപ്സ് ആൻഡ് ഡൗൺ. അപ്സ് ആൻഡ് ഡൗൺ. ഒച്ചപ്പാട് എന്നൊക്കെ പറയാറില്ലേ, അതിനെന്താ പറയുക? ഹ്യൂ ആൻഡ് ക്രൈ. ഹ്യൂ ആൻഡ് ക്രൈ. ഇനി വല്ലപ്പോഴും. വല്ലപ്പോഴും ഓഫ് ആൻഡ് ഓൺ. ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എന്നാണ് അർത്ഥം. അപ്പോൾ തന്നെ, then and there. then and there എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ. ഓക്കെ, ഇനി നമ്മൾ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കുക, തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുക എന്നൊക്കെ പറയാറില്ലേ, അതിലൊരു വാക്കാണ് ടു ബ്രേക്ക് ദ ഐസ്. ടു ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കുക, തടസ്സങ്ങളൊക്കെ തരണം ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ഇനി റെയിൻ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശക്തിയായിട്ട് മഴ പെയ്യുക എന്നുള്ളൊരു വാക്കാണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മഴ ശക്തിയായി പെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ മഴ ശക്തിയായി പെയ്യുന്നതിന് എന്താ പറയുക? കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിൻ, കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മഴ ശക്തിയായിട്ട് പെയ്യുന്നു. ഇതൊരു ശൈലിയാണ്, ഒരു ഇഡിയമാണ്. ഓക്കെ, അപ്പം ഓരോരുത്തരായി എന്നുള്ളൊരു എന്താ പറയുക? വൺ ബൈ വൺ. വൺ ബൈ വൺ. ഇനി പൂർണ്ണ മനസ്സോടെ എന്നൊക്കെ പറയാറില്ലേ, ഹാർട്ട് ആൻഡ് സോൾ. എന്താ? ഹാർട്ട് ആൻഡ് സോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐഡിയംസൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.